നമസ്കാരം. ട്രംപിന്റെ സമാധാനത്തിനുള്ള ആഹ്വാനങ്ങളും യുദ്ധം താൽക്കാലികമായി നിർത്തിയെന്നുള്ള വാക്കുകളുമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇറാനിൽ ഓരോ ദിവസം കഴിയുന്തോറും സംഘർഷം വർദ്ധിക്കുകയാണ്. പ്രത്യാക്രമണങ്ങളുമായി ഇറാനും ഒരു അല്പം പോലും പിന്നോട്ടില്ലാതെ തിരിച്ചടി തുടരുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധരംഗം വീണ്ടും അതീവ അനിശ്ചിതത്വത്തിന്റെ ഇരുട്ടിലേക്ക് വഴുതി പോവുകയാണ്. ലോകം ഒരു ശ്വാസം മുട്ടി കാത്തിരുന്ന നിമിഷത്തിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രഖ്യാപനം പ്രതീക്ഷയുടെ ചെറിയ വെളിച്ചമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തോന്നിയിരുന്നു. ഇറാനുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും അതിന്റെ ഭാഗമായി ഹോർമോസ് തുറക്കുന്നതിനായി 5 ദിവസത്തെ സാവകാശം നൽകുമെന്നും ആ കാലയളവിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കില്ല എന്ന ഉറപ്പും ട്രംപ് മുന്നോട്ട് വെച്ചപ്പോൾ യുദ്ധത്തിന്റെ തീ പടരുന്നത് കുറയുമെന്നായിരുന്നു ആഗോളപരമായി ഉണ്ടായ വിലയിരുത്തൽ. പക്ഷേ ആ പ്രതീക്ഷകൾ നീണ്ടുനിന്നില്ല. ട്രംപിന്റെ ഉറപ്പുകൾക്ക് പിന്നാലെ തന്നെ പശ്ചിമേഷ്യൻ ആകാശത്ത് വീണ്ടും സ്ഫോടനങ്ങളുടെ ശബ്ദം മുഴങ്ങി. ഇസ്രായേൽ ഇറാനെ ലക്ഷ്യമിട്ട് കനത്ത ആക്രമണം ആരംഭിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ യുദ്ധത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണെന്ന സംശയം ഉയരുകയാണ്. ഇറാനുമേൽ നടന്ന ഈ ആക്രമണം ട്രംപ് പ്രഖ്യാപിച്ച സമാധാന ശ്രമങ്ങളെ നേരിട്ട് വെല്ലുവിളിക്കുന്നതാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വേദികളിൽ നിറയുന്നത്. ഇസ്രായേലും US ചേർന്ന് ചൊവ്വാഴ്ച തങ്ങളുടെ 2 വാതക പ്ലാന്റുകളും ഒരു പൈപ്പ് ലൈനും ആക്രമിച്ചു എന്ന് ഇറാൻ പറഞ്ഞു. ഖൊറം ഷഹറിലെ പവർ പ്ലാന്റും പൈപ്പ് ലൈനും ഇസ്ഫഹാനിലെ ഊർജ്ജ നിലയവുമാണ് ആക്രമിക്കപ്പെട്ടത്. വാതക വിതരണത്തിൽ തടസ്സമുണ്ടായിട്ടില്ല എന്ന് ഇസ്ഫഹാൻ പ്രവിശ്യ ഗവർണർ പറഞ്ഞു. ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന ഭീഷണി ഇറാനെ കാര്യമായി ബാധിക്കില്ല എന്നാണ് ഊർജ്ജമന്ത്രി അബ്ബാസ് അലി അബ്ദി അവകാശപ്പെട്ടത്. ഇറാന് 150 വൈദ്യുത നിലയങ്ങളുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. IRGCയുടെ ആയുധശാലകൾ ഉൾപ്പെടെ ചൊവ്വാഴ്ച ഇറാന്റെ 50-ലേറെ കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. അതിനിടെ ഇസ്രായേലിലെ ടെൽ അവീവിലുണ്ടായ ഇറാൻ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധം ഭേദിച്ച് ഇറാന്റെ 100 കിലോഗ്രാം ഭാരമുള്ള പോർമുനയുള്ള മിസൈലുകളിൽ ഒന്ന് സെൻട്രൽ ടെൽ അവീവിൽ വീണു എന്നാണ് റിപ്പോർട്ടുകൾ. പാർപ്പിട സമുച്ചയത്തിന് കേടുപറ്റി. കുവൈറ്റിൽ ഇറാൻ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിനിടെ മിസൈലിന്റെ അവശിഷ്ടം വീണ് വൈദ്യുത ലൈൻ തകർന്ന് വൈദ്യുതി മുടങ്ങി. കിഴക്കൻ പ്രവിശ്യയിലെത്തിയ ഇറാന്റെ 19 ഡ്രോണുകൾ സൗദി തടുത്തു. ബഹ്റൈനിലുണ്ടായ ഇറാൻ ആക്രമണത്തിൽ UAEക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ഒരു സിവിലിയൻ കോൺട്രാക്ടർ മരിച്ചതായി UAE പ്രതിരോധ മന്ത്രാലയം തന്നെ അറിയിച്ചു. മൊറോക്കൻ സ്വദേശിയാണ് മരിച്ചതെന്നും ആക്രമണത്തെ തുടർന്ന് ബഹ്റൈനിൽ ആമസോൺ ക്ലൗഡ് സേവനം തടസ്സപ്പെട്ടു എന്നും റിപ്പോർട്ടുകളുണ്ട്. പടിഞ്ഞാറൻ ഇറാഖിലുണ്ടായ ആക്രമണത്തിൽ ഇറാഖ് സൈന്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിലെ 15 പേർ കൊല്ലപ്പെട്ടു എന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇതോടെ ഒരു വലിയ ആശങ്ക ഉയരുകയാണ്. യുദ്ധത്തിന്റെ ഗതി ഇനി ഡൊണാൾഡ് ട്രംപിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണോ അതോ അത് അദ്ദേഹത്തിന്റെ കൈവിട്ട് ഇസ്രായേൽ സ്വന്തം തന്ത്രങ്ങൾക്കനുസരിച്ച് മുന്നേറുകയാണോ എന്ന്. ട്രംപിന്റെ വാക്കുകൾക്കും ഉറപ്പുകൾക്കും വിരുദ്ധമായി ഇസ്രായേൽ ആക്രമണം തുടരുന്നത് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ വീണ്ടും അസ്ഥിരമാക്കുകയാണ്. ഈ സംഭവ വികാസങ്ങൾ സമാധാനത്തിന് വേണ്ടി നടക്കുന്ന ചർച്ചകൾക്ക് വലിയ തിരിച്ചടിയായേക്കാം എന്ന ആശങ്കയും ഉയരുന്നു. ഇപ്പോൾ ലോകം ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യമാണ്: സമാധാനത്തിലേക്കുള്ള വാതിൽ തുറക്കാൻ ശ്രമിച്ച ആ 5 ദിവസം യുദ്ധത്തിന്റെ തീ കൂടുതൽ കത്തിക്കാൻ കാരണമായോ? അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ വലിയൊരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ്? പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം ഇനി ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്നത് പ്രവചിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.